ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പാലക്കാട് നെന്മാറയിലെ ഇരട്ടക്കൊലപാതകം കൃത്യമായ ആസൂത്രണത്തോടെയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. പ്രതി ചെന്താമരയ്ക്ക് കൊല്ലപ്പെട്ട സുധാകരന്റെ കുടുംബത്തോടുള്ള പൂർവ്വവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം. കൊലപാതകം കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടായിരുന്നു എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കുറ്റം സമ്മതിച്ച പ്രതി തന്നെ 100 വർഷം ശിക്ഷിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് പിന്നീട് അപേക്ഷ നൽകും. 1.5 ദിവസത്തോളം പോലീസിനെയും നാട്ടുകാരെയും അതിവിദഗ്ധമായി കബളിപ്പിച്ച് അരക്കമലയിൽ കഴിഞ്ഞ പ്രതി തന്ത്രശാലി തന്നെയെന്ന് പോലീസും സമ്മതിക്കുന്നു. പോലീസ് തിരയുമ്പോൾ വനപ്രദേശം നന്നായി അറിയുന്ന ചെന്താമര പതിയിരുന്ന് ഇതെല്ലാം കണ്ടു. തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽക്കാരുടെ മന്ത്രവാദമെന്ന് ചെന്താമര കരുതി. പിന്നെ എല്ലാവരോടും വൈരാഗ്യം. ഇരട്ട കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ ആയുധങ്ങൾ ഒരുക്കി. ഇയാളുടെ നേച്ചർ പറഞ്ഞാൽ ഒരു ഹി കൺസിഡർ ഹിംസെൽഫ് ഒരു സ്ട്രോങ് ടൈഗർ പോലെയാണ്. he is feeling that he is a tiger. So അങ്ങനെയാണെങ്കിൽ മറ്റാളുകൾക്ക് ഒരു he will be considering as down. ചെന്താമര പറഞ്ഞതൊന്നും പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. പുറത്തിറങ്ങിയാൽ ഒരു പ്രദേശത്തിന് മുഴുവൻ പ്രതി ഭീഷണിയാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടായിരുന്നു. ചെന്താമരയെ 14 ദിവസത്തേക്ക് ആലത്തൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. കുടുംബത്തിന് മുന്നിൽ മുഖം കാണിക്കാനാകില്ലെന്നും തന്നെ 100 വർഷം ശിക്ഷിക്കണമെന്നും ചെന്താമര കോടതിയിൽ പറഞ്ഞു. ചെന്താമരയെ ആലത്തൂർ സബ് ജയിലിലെത്തിച്ചു. കോടതിക്കുള്ളിലും പുറത്തും ചെന്താമരയ്ക്ക് യാതൊരുവിധ ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. ചെന്താമരയ്ക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ പിന്നീട് നൽകും. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷിനും സൂരജ് സജിക്കുമൊപ്പം വിപിൻ സി വിജയൻ, 24. ചെന്താമരയെ പിടികൂടിയെങ്കിലും പോത്തുണ്ടിയിലെ ഭീതി ഒഴിയുന്നില്ല. പ്രതിയെ തൂക്കിക്കൊല്ലണമെന്നും ഇല്ലെങ്കിൽ തങ്ങളെയും കൊലപ്പെടുത്തുമെന്നും കൊല്ലപ്പെട്ട സുധാകരന്റെ പെൺമക്കൾ പറയുന്നു. ആശ്വാസം തോന്നുന്നില്ല എന്നായിരുന്നു ചെന്താമര ഭീഷണിപ്പെടുത്തിയ അയൽവാസി പുഷ്പയുടെ പ്രതികരണം. ഒന്ന് കൊന്നു തന്നാൽ മതി. ഞങ്ങളുടെ അച്ഛനും അച്ഛമ്മയും അമ്മയും എല്ലാം പോയിട്ട് അയാൾ ഇനിയും പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പോകണം. ഇനി ഞങ്ങൾക്ക് പ്രൊട്ടക്റ്റ് വേണ്ട, കൊന്നു തന്നാൽ മാത്രം മതി. വയ്യ ഞങ്ങൾക്ക് എല്ലാം കയറിയിട്ട് എന്താ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല സാറേ. അങ്ങനെയാണെങ്കിൽ അച്ഛമ്മനെ എന്തിനാ കൊന്ന? അത് വയസ്സായതല്ല, അതിനൊന്നും ജസ്റ്റ് ഉന്തിയിട്ടിപ്പോ കൂടെ അയാൾ ഇങ്ങനെ വെട്ടി കൊണ്ട് തന്നെ ഇതാക്കുന്നത്. ജസ്റ്റ് ജീവനോടെങ്കിലും എൻ്റെ അച്ഛനെ വെച്ചുകൂടെ. പേടിയുണ്ട് എനിക്ക്. നീ അയാളെ വരും, നീ ഇവര് ജാമ്യത്തിലെടുക്കും, നീ വരും, നീ വന്നാൽ പറയും നിങ്ങൾ കോർട്ടിക്ക് പോയിക്കോളേ, സുരക്ഷിത തരാൻ പറ്റില്ല, അയാൾക്ക് ഞങ്ങൾ കാലാകാല ജീവിത ബന്ധം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഇവർ പറഞ്ഞാൽ തന്നെയാണ് ആ ചേച്ചി മരിച്ചപ്പോഴും. ഇപ്പം 5 വർഷത്തിൽ 6 വർഷത്തിൽ ഇനിയും 2-3 വർഷം കഴിയുമ്പോൾ അവനെങ്കിലും പണം കൊണ്ട് കൂട്ടുമ്പോൾ ഇവർ ഇറക്കും. അവർ ഗുണ്ട സംഘങ്ങൾക്ക് ഇറക്കുകയാണെന്ന് പറയുന്നു. ചിലവർ പറയുന്നു പാർട്ടി ഇടപെട്ടിട്ടാണെന്നൊക്കെ. എങ്ങനെ അയാൾ ഇറങ്ങി ഇപ്പോൾ 2 എണ്ണത്തിന് കൊന്നോ അതുപോലെ ഇയാൾ ഇറങ്ങും. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഭാസ്കരകാരനവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകിയത് മുൻഗണന ലംഘിച്ച് 20 വർഷം ശിക്ഷ അനുഭവിച്ച രോഗികൾ ഉൾപ്പെടെ അർഹരായവരെ പിന്തള്ളിയാണ് ഷെറിന് അനുകൂലമായി ഫയൽ നീങ്ങിയത്. ശിക്ഷാ കാലയളവിൽ പല ജയിലുകളിലും ഷെറിനുണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഗണിച്ചില്ല എന്നും ആക്ഷേപമുണ്ട്. നടപടികൾ സുതാര്യമെന്നും ബാഹ്യസമ്മർദ്ദങ്ങൾ ഇല്ല എന്നുമാണ് ജയിൽ ഉപദേശക സമിതിയുടെ വിശദീകരണം. ഭാസ്കരക്കാരനവർ വധക്കേസ് പ്രതി ഷെറിന്റെ ജയിൽമോചനത്തിനുള്ള മന്ത്രിസഭാ ശുപാർശയ്ക്ക് അസാധാരണ വേഗം. 20 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചവരെയും പിന്തള്ളിയാണ് തീരുമാനം. 3 മാസം കൊണ്ട് ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്തി. 14 വർഷം ശിക്ഷ പൂർത്തിയാക്കിയെന്ന കാരണത്താലാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ഷെറിന് മോചനം നൽകാനുള്ള മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ജയിൽ ഉപദേശക സമിതി നൽകിയ ശുപാർശയിലാണ് നടപടി. ജയിലുകളിൽ ഷെറിന് കിട്ടിയ ആനുകൂല്യങ്ങളുടെ തുടർച്ചയാണ് വിടുതലും. താമസിച്ച ജയിലുകളിലെല്ലാം സഹതടവുകാരുമായും ഉദ്യോഗസ്ഥരുമായും ഷെറിൻ നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടും അതൊന്നും പരിഗണിച്ചില്ല. പോലീസ് റിപ്പോർട്ടും പ്രൊബേഷൻ റിപ്പോർട്ടും ഷെറിന് അനുകൂലമായിരുന്നു. നടപടികൾ സുതാര്യമെന്നും ബാഹ്യസമ്മർദ്ദങ്ങളില്ലെന്നും കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതി അംഗം MV സരള. 18 വർഷം 5 മാസം 24 ദിവസം ശിക്ഷ ഷെറിൻ അനുഭവിച്ചിട്ടുണ്ട്. ഉപദേശക സമിതി നല്ല നിലയിൽ തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ പരോളിൽ പോവുകയും പറഞ്ഞതിനനുസരിച്ച് തന്നെ കൃത്യമായി മടങ്ങിയെത്തുന്ന സമീപനം ഷെറിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മറ്റ് ഒരു രീതിയിലുള്ള പരാതിയും ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ അങ്ങനെ ഷെറിന് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുത്തിട്ടില്ല. ഷെറിനായി ഒരു മന്ത്രി ഇടപെട്ടെന്ന ആരോപണവും ജയിൽ ഉപദേശക സമിതി അംഗം MV സരള നിരാകരിച്ചു. ഷെറിനൊപ്പം ശിക്ഷിക്കപ്പെട്ട കാമുകൻ ബാസിദ് അലിയെ നല്ല നടപ്പ് പരിഗണിച്ച് തിരുവനന്തപുരം നെട്ടുകാൽ തേരി തുറന്ന ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാസിദ് അലിയെ മോചനത്തിനായി പരിഗണിച്ചില്ല.
മന്ത്രിസഭായോഗ ശുപാർശ ഗവർണർ കൂടി അംഗീകരിച്ചാലേ ഷെറിന് പുറത്തിറങ്ങാനാകൂ. അതേസമയം സ്ത്രീ തടവുകാരി എന്ന പരിഗണന മാത്രമേ ഷെറിന് നൽകിയിട്ടുള്ളൂ എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. 24 തിരുവനന്തപുരം, കണ്ണൂർ. തിരുവനന്തപുരം നെട്ടയത്ത് സ്കൂൾ ബസ്സിൽ വെച്ച് 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് കുത്തേറ്റു. ബസ്സിലുണ്ടായ തർക്കത്തിനിടെ +1 വിദ്യാർത്ഥിയാണ് ആക്രമണം നടത്തിയത്. കുത്തിയ വിദ്യാർത്ഥിയെ വട്ടിയൂർക്കാവ് പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തു. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു സംഭവം. നെട്ടയത്തുള്ള സ്വകാര്യ സ്കൂളിലെ 7ാം നമ്പർ ബസ്സിലായിരുന്നു ഇരുവരും വീട്ടിലേക്ക് പോയിരുന്നത്. ബസ്സിനുള്ളിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിന് പിന്നാലെ +1 വിദ്യാർത്ഥി 9ാം ക്ലാസ്സുകാരനെ കുത്തി. തലയ്ക്കും മുഖത്തിനും പരിക്കേറ്റ വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരുക്ക് ഗുരുതരമല്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചു. ബയോളജി ലാബിലെ ആവശ്യത്തിന് കൊണ്ടുവന്ന കത്തി ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. +1 വിദ്യാർത്ഥിയെ വട്ടിയൂർക്കാവ് പോലീസ് പിടികൂടി. 24 തിരുവനന്തപുരം. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മരണം 30ആയി. 60 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ത്രിവേണി സംഗമത്തിൽ അമൃത സ്നാനം പുനരാരംഭിച്ചു. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഉൾപ്പെടെ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഉത്തർപ്രദേശ് സർക്കാർ 25 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. മൗനി അമാവാസി ദിനത്തിൽ മഹാകുംഭമേളയിലെ അമൃതസ്നാനത്തിനായി എത്തിയ വിശ്വാസികളുടെ തിക്കിലും തിരക്കിലുമാണ് അപകടമുണ്ടായത്. പുലർച്ചെ 1 മണിക്കും 2 മണിക്കും ഇടയ്ക്ക് അഖാഡ മാർഗിലെ ബാരിക്കേഡുകൾ തകർന്നുണ്ടായ അപകടത്തിൽ 90 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 30 പേർ മരിച്ചതായി മഹാകുംഭ് DIG വൈഭവ് കൃഷ്ണ. മരിച്ചവരിൽ 25 പേരെ തിരിച്ചറിഞ്ഞു. ഇതിൽ 4 കർണാടക സ്വദേശികളും ഗുജറാത്തിൽ നിന്നും അസമിൽ നിന്നും ഓരോരുത്തരും ഉൾപ്പെടുന്നു. 36 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. അപകടം ഹൃദയഭേദകമെന്നും സാധ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. परिणाम इसी का है कि हादसे के कुछ ही देर के बाद राहत कार्य को ग्रीन कॉरिडोर बना करके प्रशासन ने, पुलिस ने, NDRF और SDRF के स्वयंसेवकों ने सभी लोगों को हॉस्पिटल तक पहुंचाने का काम किया है. लेकिन दुर्भाग्य से इस दौरान ये मौतें हुई हैं. അപകടത്തെക്കുറിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ 3-അംഗ സമിതി അന്വേഷിക്കും. സഹായത്തിനായി 1920 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തിറക്കി. ഘാട്ടുകളിൽ കൂടുതൽ പോലീസിനെയും അർദ്ധസൈനികരെയും വിന്യസിച്ചു. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കുംഭമേളയിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. അപകടത്തിന് കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കെടുകാര്യസ്ഥതയാണെന്ന് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തി. VIP സന്ദർശനമാണ് അപകടത്തിനിടയാക്കിയതെന്ന ആരോപണം പോലീസ് തള്ളി. 24 ഡൽഹി. വഖഫ് നിയമ ഭേദഗതി ബില്ല് സംയുക്ത പാർലമെന്ററി സമിതി നാളെ സ്പീക്കർക്ക് സമർപ്പിക്കും. നിയമ ഭേദഗതി ബില്ലിലെ കരട് റിപ്പോർട്ടിന് സമിതി ഇന്ന് അംഗീകാരം നൽകി. തങ്ങളുടെ നിർദ്ദേശങ്ങൾ മുഴുവൻ തഴഞ്ഞതായി പ്രതിപക്ഷം ആരോപിച്ചു. വഖഫ് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അവസാന യോഗത്തിലാണ് കരട് റിപ്പോർട്ടിന് അംഗീകാരം നൽകിയത്. 14 വ്യവസ്ഥകളിലെ ഭേദഗതികളോടെയാണ് റിപ്പോർട്ടിന് അംഗീകാരം. കഴിഞ്ഞ ദിവസം ചേർന്ന വഖഫ് സംയുക്ത പാർലമെന്ററി സമിതി ബില്ലിനും അംഗീകാരം നൽകിയിരുന്നു. ഭരണപക്ഷത്തെ 16 അംഗങ്ങളുടെ പിന്തുണയോടെയായിരുന്നു അംഗീകാരം. 44 വ്യവസ്ഥകളിൽ ഭേദഗതികൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും വോട്ടിനിട്ട് തള്ളുകയായിരുന്നു. റിപ്പോർട്ട് നാളെ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് സമർപ്പിക്കും. വിവാദ വ്യവസ്ഥകളിൽ ബഹുഭൂരിഭാഗവും നിലനിർത്തിയതായാണ് വിവരം. ബോർഡിൽ 2 മുസ്ലിം ഇതര വിഭാഗക്കാർ വേണമെന്ന വ്യവസ്ഥ നിലനിർത്തും. വഖഫ് സ്വത്തുക്കൾ സർവേ നടത്തി നിർണ്ണയിക്കാനുള്ള അവകാശം വഖഫ് കമ്മീഷണർമാരിൽ നിന്ന് ജില്ലാ കളക്ടർമാർക്ക് നൽകാനും കരട് ബില്ലിൽ വ്യവസ്ഥയുണ്ട്. വഖഫ് ട്രിബ്യൂണലിന്റെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാം. വഖഫ് സ്വത്താണെന്ന് കണ്ടെത്തിയ ഒരു സർക്കാർ സ്വത്തും വഖഫ് സ്വത്തായി പരിഗണിക്കില്ലെന്ന വ്യവസ്ഥയും കരട് ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 24 ഡൽഹി. പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാല പദ്ധതിയിൽ നിന്ന് പിന്മാറില്ലെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ്. 13 ദിവസം മുൻപ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത വിവരങ്ങളാണ് രഹസ്യരേഖ എന്ന പേരിൽ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കുന്നതെന്നും MP രാജേഷ് പരിഹസിച്ചു. കാതലായ ചോദ്യങ്ങൾക്ക് മന്ത്രി മറുപടി പറഞ്ഞില്ലെന്നും വസ്തുതകൾ വളച്ചൊടിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുന്നതിന് മുമ്പ് മറ്റൊരു വകുപ്പുമായും ആലോചിച്ചിട്ടില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. തെളിവായി മന്ത്രിസഭാ യോഗത്തിലെ കുറിപ്പും പുറത്തുവിട്ടിരുന്നു. മറ്റേതെങ്കിലും വകുപ്പുമായി ആലോചിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നാണ് മന്ത്രിസഭാ കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ മാധ്യമങ്ങളെ കണ്ട MP രാജേഷ് ആരോപണങ്ങൾക്ക് ഒന്നൊന്നായി മറുപടി പറഞ്ഞു. അനുമതിയുടെ നാൾവഴി വിശദീകരിച്ച് തിടുക്കത്തിൽ തീരുമാനമെടുത്തില്ലെന്ന് വിശദീകരിച്ച മന്ത്രി ഭൂഗർഭ ജലചൂഷണമുണ്ടാകില്ലെന്ന് ആവർത്തിച്ച് ഉറപ്പു നൽകുകയും ചെയ്തു. ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല എന്നത് അത് ആവർത്തിക്കുകയാണ് ഞാൻ.
ഒരാശങ്കയുടെ അടിസ്ഥാനമില്ല. ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. CPIയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നും വിഷയം LDFൽ ചർച്ച ചെയ്യുമെന്നും അറിയിച്ച MP രാജേഷ് പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, അസംബന്ധങ്ങൾ പ്രചരിപ്പിച്ചും അപവാദങ്ങൾ ഭയന്നും നാടിൻ്റെ താല്പര്യത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികളിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. വ്യവസായം തുടങ്ങാൻ മന്ത്രി പോലും അറിയേണ്ടതില്ല. പ്രതിപക്ഷം ഭാവനയിൽ നിന്ന് മാറി വസ്തുതകളിലേക്ക് വരണമെന്ന് മന്ത്രി P. രാജീവും പ്രതികരിച്ചു. അപ്പോൾ വകുപ്പ് അറിഞ്ഞില്ല എന്നല്ല, എല്ലാ വകുപ്പും മന്ത്രിമാരും ചേർന്ന് എടുക്കുന്ന തീരുമാനമാണ് മന്ത്രിസഭാ തീരുമാനം. ഭാവനയിൽ നിന്ന് കുതറി മാറി വസ്തുതയിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും കുറെ കൂടി വരണം. പ്രതിപക്ഷാരോപണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മാധ്യമങ്ങൾ സർക്കാർ വിശദീകരണത്തിന് അത്ര കണ്ട് പ്രാധാന്യം നൽകുന്നില്ലെന്ന് മന്ത്രി MP. രാജേഷ് വിമർശിച്ചു. 24 തിരുവനന്തപുരം. അതേസമയം ബ്രൂവറി വിവാദത്തിൽ സർക്കാരിനൊപ്പം നിൽക്കാൻ ജനതാദൾ എസ് തീരുമാനിച്ചു. ജലചൂഷണം ഉണ്ടാകില്ല എന്ന സർക്കാരിന്റെയും മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെയും ഉറപ്പിലാണ് നേതൃയോഗം പദ്ധതിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്. എന്നാൽ പദ്ധതിയോടുള്ള എതിർപ്പ് പരസ്യമാക്കുകയാണ് CPI. മദ്യമാണോ നെല്ലാണോ ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നതെന്ന് CPI ദേശീയ കൗൺസിൽ അംഗം സത്യൻ മുഖേരി വിമർശിച്ചു. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. UDFന്റെ മലയോര പ്രചാരണ ജാഥയിൽ PV അൻവർ പങ്കെടുക്കും. യാത്രയിൽ പങ്കെടുപ്പിക്കണമെന്ന അൻവറിന്റെ ആവശ്യം UDF നേതൃത്വം ഒടുവിൽ അംഗീകരിച്ചു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനെ നേരിൽ കണ്ട് ജാഥയിൽ സഹകരിപ്പിക്കണമെന്ന് അൻവർ ആവശ്യപ്പെട്ടിരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഒടുവിൽ PV അൻവറിന് ഒരു ഇടം കിട്ടുന്നു UDFന്റെ വേദിയിൽ, അല്ലേ? ഇത് മുന്നണി പ്രവേശനത്തിനുള്ള ആദ്യ ചുവടുവയ്പായി ഉറപ്പായും കണക്കാക്കാമെന്ന് കരുതാം, അല്ലേ? തീർച്ചയായും ആദ്യ ചുവടുവെപ്പ്, അതായത് അൻവറിന്റെ ഒരു ലക്ഷ്യം, ഇപ്പോഴത്തെ പരമാവധി ലക്ഷ്യം UDFന്റെ ഘടകകക്ഷിയായി മാറുക എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യ ചുവടുവെപ്പായി നാളത്തെ പ്രചാരണ ജാഥയിലേക്ക് പങ്കെടുക്കാനുള്ള അവസരത്തെ കണക്കാക്കാം. നേരത്തെ തന്നെ, അതായത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് കണ്ട് ജാഥയുടെ ഭാഗമാക്കണമെന്ന് അപേക്ഷിച്ചിരുന്നു. എന്നാൽ UDFന്റെ മുഴുവൻ ഘടകകക്ഷികളുമായി സംസാരിക്കാതെ തനിക്കിതിൽ തീരുമാനമെടുക്കാനാകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് മറുപടി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് നേരിട്ട് UDFന്റെ ഘടകകക്ഷി നേതാക്കളോടെല്ലാം ആശയവിനിമയം നടത്തി. അവരുടെ എല്ലാം നൽകിയ മറുപടി ഇത്തരത്തിൽ ഒരു വലിയ ലക്ഷ്യം മുന്നോട്ട് കൊണ്ടുള്ള യാത്രയാണ്. ഈ യാത്രയിൽ സഹകരിക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും സഹകരിപ്പിക്കാമെന്നുള്ള നിർദ്ദേശമാണ് UDF നേതാക്കളെല്ലാം നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നാളെ നടക്കുന്ന 2 സ്ഥലങ്ങളിൽ, അതായത് നിലമ്പൂർ എടക്കരയിലും കരുവാരക്കുണ്ടും, ഈ 2 സ്ഥലങ്ങളിലെയും ജാഥകളിൽ PV അൻവർ പങ്കെടുക്കും. ഈ 2 സ്ഥലങ്ങളിലും പങ്കെടുക്കാൻ പ്രതിപക്ഷ നേതാവ് അനുവാദം നൽകി. വിജയകുമാർ. യെസ്, PV അൻവറിന്റെ തട്ടകമായ നിലമ്പൂരിൽ ജാഥ എത്തുമ്പോൾ അവിടെ അൻവറും ആ ജാഥയുടെ ഭാഗമാകും. അതിനാണ് അപ്പോൾ UDF നേതൃത്വം അതിൽ ഒടുവിൽ അംഗീകരിച്ചിരിക്കുന്നു. അൻവറിനെ വേദിയിൽ UDF വേദിയിൽ അൻവറിൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്നിപ്പോൾ UDF നേതാക്കൾ വ്യക്തമാക്കുകയാണ്. മുന്നണി പ്രവേശനത്തിനുള്ള ആദ്യ ചുവടുവയ്പായി ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുമുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ കൈക്കൂലിയായി മദ്യം വാങ്ങിയ 3 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. തൃപ്പൂണിത്തുറയിലെ മദ്യ ഗോഡൌണിൽ നിന്നാണ് ഇവർ കൈക്കൂലിയായി മദ്യം വാങ്ങിയത്. ശ്യാംകുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ കൈക്കൂലിയായി മദ്യം വാങ്ങുന്നു, അതിൽ 3 പേർക്ക് സസ്പെൻഷൻ കിട്ടുന്നു. എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, കഴിഞ്ഞ ഡിസംബർ 18-നാണ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥരെ വിജിലൻസ് പിടികൂടുന്നത്. കാരണം ഈ കേരള ബീവറേജ് കോർപ്പറേഷന്റെ ഗോഡൌണിലെ സുരക്ഷാ ചുമതലയുള്ള എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറും ഒരു പ്രിവന്റീവ് ഓഫീസറും ഒരു സിവിൽ എക്സൈസ് ഓഫീസറുമാണ് വിജിലൻസിന്റെ പിടിയിലാകുന്നത്. ഓരോ ലോഡ് മദ്യം പുറത്തേക്ക് പോകുമ്പോഴും ഇവർക്ക് മുന്തിയ ഇനം മദ്യം കുപ്പികൾ ഓരോന്ന് വെച്ച് ഇവർ ഓരോരുത്തരും എടുക്കും. അത് വിജിലൻസിന് വിവരം ലഭിച്ച് വരുമ്പോൾ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ മേശക്കടിയിൽ നിന്ന് 20,000-വും 30,000-വും രൂപ വിലയുള്ള മദ്യക്കുപ്പികൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ഇത്തരത്തിൽ വാങ്ങുന്ന കൈക്കൂലിയായി പിടിച്ചെടുക്കുന്ന മദ്യക്കുപ്പികൾ പുറത്തു വിറ്റ് പണം വാങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മാസവും ലക്ഷങ്ങൾ വരുമാനം മദ്യ വിൽപ്പനയിലൂടെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് വിജിലൻസ് ഇവരെ പിടികൂടുന്നത്. തുടർന്ന് റിമാൻഡിൽ പോവുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഇവർക്കെതിരെ വകുപ്പ് നടപടികൾ ഉണ്ടാകാതെ ഇരിക്കുമ്പോഴാണ് വിജിലൻസ് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സർക്കാർ ഇവരെ 3 പേരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഒരു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ, ഒരു പ്രിവന്റീവ് ഓഫീസർ, ഒരു എക്സൈസ് ഓഫീസർ, അങ്ങനെ 3 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഉത്തരവിറക്കിയത്. തൃപ്പൂണിത്തുറയിലെ മദ്യ ഗോഡൌണിൽ നിന്നാണ് ഇവർ കൈക്കൂലിയായി മദ്യം വാങ്ങിയത്. 3 പേർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു കൈക്കൂലി വാർത്ത കൂടി ഇന്ന് കൊച്ചിയിൽ നിന്നുണ്ട്. കൊച്ചിയിൽ കൈക്കൂലി വാങ്ങിയ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പിടിയിലായി. കൊച്ചി കോർപ്പറേഷനിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഖിലിനെയാണ് വിജിലൻസ് പിടികൂടിയത്. കടയ്ക്ക് ലൈസൻസ് നൽകുന്നതിന് 10,000 രൂപയാണ് കൈക്കൂലിയായി ഇയാൾ വാങ്ങിയത്.
ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FC-ക്ക് ജയം. ബംഗളൂരു SCയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. ടീമിന്റെ കൂട്ടായ്മയോടെയുള്ള കളിയാണ് തുടർച്ചയായ ജയമൊരുക്കിയതെന്ന് ഗോകുലം കേരള FC ചെയർമാൻ ഗോകുലം ഗോപാലൻ പറഞ്ഞു. 2 തവണ ഐ ലീഗ് കിരീടം ചൂടിയ ഗോകുലം കേരള FC ഇത്തവണയും ചാമ്പ്യന്മാരാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആവേശകരമായ മത്സരത്തിൽ ഗോകുലം കേരള FC വീണ്ടും സ്വന്തം തട്ടകത്തിൽ വിജയം അവർ നേടിയിരിക്കുകയാണ്. ആവേശകരമായ ആ മത്സരത്തിൽ ബംഗളൂരു SCയാണ് അവർ കീഴടക്കിയിരിക്കുന്നത്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അവരുടെ വിജയം. ഈ വിജയത്തോടെ 19 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തെത്താൻ ഗോകുലം കേരള FCക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ മത്സരം വീക്ഷിക്കുന്നതിനും ഒപ്പം തന്നെ താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിക്കൊണ്ട് ഗോകുലം കേരള FCയുടെ ചെയർമാൻ ഗോകുലം ഗോപാലൻ കൂടി ഇന്ന് കോഴിക്കോട് സ്റ്റേഡിയത്തിലെത്തിയിരുന്നു. അദ്ദേഹം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഇന്നത്തെ മത്സരത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ മത്സരം നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എല്ലാവരും നല്ലവരെ കളിച്ചു. ഇപ്പോൾ 22 പ്ലേ കഴിഞ്ഞതിൽ ഞങ്ങൾ 11 കളി കഴിഞ്ഞു. 22 കളിയിൽ 11 കളി കഴിഞ്ഞു. അതിൽ 5 കളികൾ നമ്മൾ വിജയിച്ചു. ഇപ്പോൾ 2ാം സ്ഥാനത്ത് നിങ്ങൾ പറഞ്ഞ പോലെ 2ാം സ്ഥാനത്തിന് ഇപ്പോൾ നിൽക്കുകയാണ്. ഇപ്പോൾ എന്നും നമ്മൾ 1ാം സ്ഥാനത്തേക്ക് വരും എന്നുള്ള പ്രതീക്ഷയോടാണ് നമ്മൾ കളിക്കാർ ആവേശത്തോടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ 2 പ്രാവശ്യം നമ്മൾ ചാമ്പ്യൻഷിപ്പ് വാങ്ങിച്ചതാണ്. അപ്പോൾ ആ പ്രതീക്ഷയോടാണ് നമ്മുടെ കളിക്കാരൊക്കെ ആവേശത്തോടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഞങ്ങൾ വിജയിക്കും, 1ാം സ്ഥാനത്ത് വരുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. കഴിഞ്ഞ കളി 6-2 ജയിച്ചു. ഈ കളി എതിരില്ലാത്ത 2 ഗോളിനും ജയിച്ചു. 2-0. അതായത് ഞങ്ങൾ 2 പ്രാവശ്യം അവർക്ക് ഒരു 0 നിൽക്കുകയാണ്. അതൊക്കെ യഥാർത്ഥത്തിൽ നമ്മളെ കളിക്കാരുടെ നൈപുണ്യം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. എല്ലാ ആൾക്കാരുടെയും നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാകട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. നമ്മൾ തീർച്ചയായിട്ടും കേരള ഗോകുലം 1ാം സ്ഥാനത്തേക്ക് വരും എന്ന് പ്രതീക്ഷയോടെ. ടീം ഒറ്റക്കെട്ടായി കളിച്ചു. ടീം ഒറ്റക്കെട്ടായി കളിച്ചതിൻ്റെ ഫലമാണ്. ഒറ്റക്കെട്ടായി അവരുടെ പരസ്പര ധാരണയും പിന്നെ ക്യാപ്റ്റൻ്റെ കൺട്രോളും എല്ലാം കൂടി ചേർന്നപ്പോൾ അത് നല്ലൊരു സ്പോർട്സായി മാറി. മികച്ച മത്സരമാണ് താരങ്ങൾ കാഴ്ചവെച്ചത്. അതിൻ്റെ ഫലം തന്നെയാണ് ഈ തുടർച്ചയായ വിജയം എന്നാണ് ഗോകുലം ടീം ചെയർമാൻ വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്ന് ഷിജുവിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ഇനി പോലീസ് ഡയറിയിൽ സുഹൈൽ ചേരും. നമസ്കാരം.